2024 അവസാന ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ കുറച്ച് മണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഈ ഒരു വർഷം നമ്മോട് വിട പറയും. അപ്പോൾ ഈ ഒരു 2024 എന്ന് പറയുന്ന വർഷം ബാസക്ക് അത്ര നല്ലൊരു വർഷമായിരുന്നില്ല. കാരണം കഴിഞ്ഞ സീസണിൽ ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ബാസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാവിയുടെ റിക്വസ്റ്റ് പ്രകാരം ചില താരങ്ങളെ കൊണ്ടുവരേണ്ടതായിരുന്നു, പക്ഷേ കൊണ്ടുവന്നില്ല. അതായത് ചാവി റിക്വസ്റ്റ് ചെയ്തത് ഒരു മിഡ്ഫീൽഡറിനായിരുന്നു, പക്ഷേ ബോളിന് കൊണ്ടുവരാൻ സാധിച്ചില്ല. പകരം വിക്ടർ റോക്കയെ കൊണ്ടുവന്നു. വിക്ടർ റോക്കേനെ ആണെങ്കിൽ പ്രോപ്പറായിട്ട് ചാവി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നു. ലാസ്റ്റ് പ്ലെയർ ഒരു മോശം അവസ്ഥയിലൂടെ കടന്നുകൊണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ സീസണിൽ ഈ ഒരു ജനുവരി ടൈമിലൊക്കെ ബാസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. കുറേ ഹ്യൂമിലേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു. അതായത് ഇപ്പോൾ കോപ്പ ഡെൽ റേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൂപ്പർ കോപ്പ ഡി എസ്പാനി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ലാലിഗ, UCL എന്നീ കോമ്പറ്റീഷനിലെല്ലാം തന്നെ ബാസ കൂടുതലും ഹ്യൂമിലേഷനാണ് ഫേസ് ചെയ്തത്. ചാവിയുടെ അണ്ടറിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബാസയെ കണ്ടില്ല കഴിഞ്ഞ സീസണിൽ. അതുമാത്രമല്ല, ഈ ഒരു മെയ് ടൈം ആയപ്പോഴേക്കും നമ്മുടെ ബോർഡ് ചാവിയുടെ സാക്ക് വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ ടൈം ആയപ്പോഴേക്കും ബോർഡ് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചില താരങ്ങളുടെ എക്സിറ്റൊക്കെ നടത്തി ഒരു റീസ്റ്റാർട്ട് നടത്താനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹാൻസ് ഫ്ലിക്കിനൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഓഗസ്റ്റ് ടൈമിൽ ബാസ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് നടന്ന സെപ്റ്റംബർ മാച്ചസിൽ ടോപ്പായിട്ട് നിൽക്കുകയായിരുന്നു ബാസ. അങ്ങനെ ആ ഒരു ഫോം ബാസ മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെ ഒക്ടോബറിലെത്തിയപ്പോഴേക്കും ബാസ്ക്ക് ടൈറ്റായിട്ടുള്ള ഷെഡ്യൂൾസ് ആയിരുന്നു. റയൽ മാച്ച് കഴിഞ്ഞോടെ തന്നെ ബയൺ മാച്ച് എന്ന രീതിയിലൊക്കെ ആയിരുന്നു ഉണ്ടായത്. പക്ഷേ ബാസ ആ മത്സരങ്ങളിലെല്ലാം നല്ലൊരു മാർജിനിൽ വിൻ ചെയ്തു. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബയൺ മാച്ചിൽ ബാസ നല്ലൊരു മാർജിനിൽ വിൻ ചെയ്തു. 2015 ശേഷമാണ് ബാസ ബയൺ അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ വിജയം കരസ്ഥമാക്കുന്നത്. ശരിക്കും സന്തോഷം നൽകുന്നൊരു മൊമെൻറ്റ്സ് ആയിരുന്നു ഈ ഒരു ഒക്ടോബർ ടൈം. പക്ഷെ നവംബറിലേക്ക് എത്തിയപ്പോഴേക്കും ബാസക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെയായി. അതായത് ലാലിഗയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെയായി. അതേപോലെ തന്നെ നല്ലൊരു മാർജിനിൽ നിന്ന ബാസ ആ ഒരു ലീഡ് ബോട്ടിൽ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതേസമയത്ത് UCL നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഡിസംബറിലേക്ക് എത്തിയപ്പോൾ UCL പെർഫോമൻസ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെങ്കിലും ലാലിഗയിൽ 1ാം സ്ഥാനക്കാരായിട്ട് നിന്ന ബാസ 3ാം സ്ഥാനക്കാരായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും സീസണിൻ്റെ ബാക്കി പകുതിയിൽ ബാസ ഒരു കംബാക്ക് അടിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുകൂടാതെ ബാസ ഫേസ് ചെയ്യുന്ന വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഡാനി ഓൾമോ, പൗ വിക്ടർ രജിസ്ട്രേഷനാണ്. ഈ രണ്ട് താരങ്ങളുടെയും ലാലിഗ രജിസ്ട്രേഷൻ ബാസ നടത്തിയത് ക്രിസ്റ്റ്യൻസൻ്റെ സ്ലോട്ട് യൂസ് ചെയ്തിട്ടായിരുന്നു. ക്രിസ്റ്റ്യൻസണിന് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ളൊരു ഇഞ്ചുറി വന്നതോടുകൂടി ആ ഒരു പ്ലെയറിൻ്റെ സ്ലോട്ടിലേക്ക് ഈ രണ്ട് താരങ്ങളെയും ഉൾപ്പെടുത്തി. പക്ഷേ ലാലിഗ പറഞ്ഞു ഈ ഒരു ഡിസംബർ 31-ാം തീയതിക്കുള്ളിൽ നൈക്കിൻ്റെ ഓഫറായിട്ട് വന്നാൽ നമുക്ക് ഈ രണ്ട് താരങ്ങളിൽ ലാലിഗ രജിസ്ട്രേഷൻ പെർമനൻ്റ് ആയിട്ട് നടത്താമെന്നായിരുന്നു ലാലിഗയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ബാസ ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ഈ ഒരു നൈക്കായിട്ട് എല്ലാ ടേംസും കാര്യങ്ങളും അഗ്രി ചെയ്ത് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഈ അത്ലറ്റിക് ബിൽബാവോ, അത്ലറ്റിക് മാഡ്രിഡ്, അതേപോലെ തന്നെ സെവിയ ലാലിഗേനെ പ്രഷർ ചെയ്യാൻ തുടങ്ങി. അതായത് നൈക്കിൻ്റെ ഡീൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു താരത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നത് ശരിയല്ല, അത് സമ്മതിക്കരുത് എന്ന രീതിയിലായിരുന്നു ഈ ക്ലബ്സിൻ്റെ ഒരു പ്രഷർ. ആ ഒരു പ്രഷറിൻ്റെ പുറത്ത് ലാലിഗ എടുത്ത ഡിസിഷൻ ആയിരുന്നു, അതായത് നൈക്കിൻ്റെ ഡീല് അപ്രൂവ് ചെയ്താലും ഈ ഒരു ഡാനി ഓൾമോ, പൗ വിക്ടർ രജിസ്ട്രേഷൻ നടത്താൻ സമ്മതിക്കത്തില്ല എന്ന്. അങ്ങനെ ബാസ ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും കോടതി വിധി ബാസക്ക് അനുകൂലമായിട്ട് വന്നില്ല. അതുമാത്രമല്ല, ബാസ വീണ്ടും ഒന്ന് അപ്പീൽ ചെയ്തു. അതായത് ജനുവരി ടൈമിൽ ഒന്ന് എക്സ്റ്റൻഷൻ നൽകണമെന്നൊക്കെ. അതായത് ഡാനി ഓൾമോ, പൗ വിക്ടർ രജിസ്ട്രേഷൻ ഇനി ഫണ്ട് കണ്ടെത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും വേറെ വഴികൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ നടത്താം, പക്ഷേ അതിനൊരു ടൈം എക്സ്റ്റൻഷൻ വേണമെന്നായിരുന്നു ബോർഡിൻ്റെ റിക്വസ്റ്റ്. പക്ഷേ അതും കോടതി റിജക്റ്റ് ചെയ്തു. ഇപ്പോൾ ബാസയുടെ മുന്നിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് VIP സീറ്റ്സ്, അതായത് സ്പോട്ടിഫൈ ക്യാമ്പിനുള്ള VIP സീറ്റ്സ് അടുത്തൊരു 20 വർഷത്തേക്ക് ഖത്തർ ബേസ്ഡ് കമ്പനിക്ക് നൽകുക എന്നതാണ്. അങ്ങനെ നൽകുമ്പോൾ ബാസയ്ക്ക് ഏകദേശം 200 മില്യൺ യൂറോസിനടുത്തുള്ളൊരു ഫണ്ട് ലഭിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ബാസയ്ക്ക് ഈ രണ്ട് താരങ്ങളുടെയും ലാലിഗ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമെന്ന് റിപ്പോർട്ട്സ് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ലാലിഗ അത് അപ്രൂവ് ചെയ്യുമോ ഇല്ലയോ എന്ന്. ഇനി ലാലിഗ അതും അപ്രൂവ് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ഡാനി ഓൾമോയും അതേപോലെ തന്നെ പൗ വിക്ടർ എന്നീ രണ്ട് താരങ്ങളും വേറെ ക്ലബിലേക്ക് പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു സിനാറിയോ ആണ് ഇവിടെ ഇപ്പോൾ ക്രിയേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ലാലിഗ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നൈക്ക് ഡീൽ അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ അവർ ആ ഒരു ലാസ്റ്റ് നിമിഷം കാല് മാറിയത് കൊണ്ടാണ് ബോർഡ് വരെ വണ്ടർ അടിച്ചു പോയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ലാലിഗയിലുണ്ട്. അപ്പോൾ ഈ ഒരു
വർഷം അവസാനിക്കുന്നതിനുള്ളിൽ തന്നെ ഡാനി ഓൾമോ പാവ് വിക്ടർ രജിസ്ട്രേഷൻ പാസ് നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ അത് നടക്കും. ഇനി അല്ല എന്നാണെങ്കിൽ ഡാനി ഓൾമോ പാവ് വിക്ടറും വേറെ ക്ലബിന് വേണ്ടിയിട്ട് റെസ്റ്റ് ഓഫ് ദി സീസൺ കളിക്കേണ്ടി വരും. നടക്കില്ലയോ എന്നതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ 2024 എന്ന് പറയുന്ന വർഷം അത്ര നല്ലൊരു വർഷമല്ല. ഇടയ്ക്കൊരു ഹൈ മൊമെൻ്റ് നൽകിയിട്ടുണ്ടെങ്കിലും ബാക്കിയെല്ലാം ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് മൊമെൻറ്റ്സാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും 2025 കുറേ ഹൈ മൊമെൻറ്റ്സും കുറച്ച് ലോ മൊമെൻറ്റ്സും നൽകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം എന്തായിരിക്കും റിയാലിറ്റി എന്ന്. എന്തായാലും താങ്ക് യു 2024 ആൻഡ് വെൽക്കം 2025. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു 2025 എന്ന് പറയുന്ന വർഷം നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോത്തിലുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ